Hello guys, Lazykid മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ M4 TECHന്റെ വീഡിയോ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് എങ്ങനെ ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ M4 TECHന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളേതായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ M4 TECHന്റെ വീഡിയോ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ M4 TECHന്റെ ഒരു 80% വീഡിയോസും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോസാണ്. ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചാലഞ്ച് ചെയ്യണം M4 TECHനെ ചാലഞ്ച് ചെയ്യണമെന്നല്ല. അന്ന് എനിക്കൊരു നല്ലൊരു ചാനലുണ്ടായിരുന്നു. ആ ചാനലിൻ്റെ നഷ്ടപ്പെട്ടു പോയതാണ്. ചാനലിനെക്കുറിച്ച് വേറെ അല്ലാത്ത കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വന്നാൽ എൻ്റെ 3 സ്ട്രൈക്ക് കിട്ടി എൻ്റെ ചാനൽ പോയത്. അത് ഇപ്പോഴൊന്നുമല്ല, 2010 യൂട്യൂബിൽ സുജിത് ഭക്തനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ട്. കാരണം അന്ന് മലയാളികളിൽ ആരും ഇല്ല യൂട്യൂബേഴ്സ്. M4 TECH എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് കുറേ നാൾ ശേഷമാണ് M4 TECH വന്നത്. അന്ന് എനിക്ക് ആ ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും നല്ല നിലയിൽ നമ്മുടെ ചാനൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എത്ര വീണിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെയും കുതിച്ച് കയറും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇനി നല്ല കിടിലം കണ്ടതൊക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞാൻ കൂടുതൽ കത്തിയടിച്ച് പോറടിപ്പിക്കണില്ല. ഞാൻ M4 TECHന്റെ പേര് പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ അത്ര ഫണ്ട് ഉണ്ടായിരുന്നില്ല അന്ന്. ഇന്നിപ്പോൾ നമുക്കൊരു ജോലി ഉണ്ട്. ആ ജോലിയുടെ സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് യൂട്യൂബിന് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഒരാഴ്ച ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഞാൻ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ കണ്ടൻറ്റ് ചെയ്യണമെങ്കിൽ അത്ര നമുക്കിപ്പോൾ ഒരു ഓറിയോ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 30 രൂപ 40 രൂപയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 500 എങ്കിലും ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് വേണം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ. അപ്പോൾ സ്പോൺസർഷിപ്പ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള Instagram ID നമ്മുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നമ്മുടെ Instagram ഫോളോ ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ടെലഗ്രാമിൽ നമ്മളൊരു ഗ്രൂപ്പും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ട. ആ ഗ്രൂപ്പിലൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ ഇനി വർക്ക്ഷോപ്പിലോട്ട് പോകാം. കിച്ചണിലോട്ട് പോയിട്ട് ഇത് എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ നമ്മുടെ ഫേവററ്റ് കമൻറ്ററായ ബിജു പറയാറുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണിക്കാൻ. ഇപ്പോൾ ഇതെൻ്റെ പെങ്ങളാണ്. ആ പെങ്ങളാണ് ഇപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വേറെ ആരും ഇല്ലാത്തതാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ എല്ലാം പൊട്ടിച്ചിടുക. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത ആ കൈ സ്പൂൺ എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂണിൻ്റെ അളവാണത്. അതിപ്പോൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് കിട്ടുന്നതാണ്. ആവശ്യത്തിന് പാലെടുക്കണം. കാരണം ഇതിപ്പോൾ ഓവറായിട്ട് വെള്ളം പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം കറക്റ്റ് പാകം ഇട്ടിട്ട്. ഇപ്പോൾ ഇത് നമ്മളുടെ ആ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന കടപ്പറമ്പെണ്ണം ഉണ്ടാവും. ഈ മണ്ണും പിന്നെ റിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഓവനൊന്നുമില്ല. ഒരു സാധാരണക്കാരൻ്റെ കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൂ. നമ്മളൊരു ചെറിയ കിച്ചണിൽ എത്ര ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആ ചൂടാണ് സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീമും നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കാം കേട്ടോ. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ച് ഐസ് ഉണ്ടെങ്കിൽ ഐസും വെക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴാൻ പാടില്ല. എന്നാലേ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് വരുള്ളൂ. അപ്പോൾ ബീറ്റർ ഉള്ളവർ ബീറ്റർ യൂസ് ചെയ്യുക. ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് വെച്ചിട്ട് നമ്മുടെ വിസ്ക് ഇടാം. ഈ വിസ്ക് വെച്ചിട്ട് ഒരു ഏകദേശം 10-15 മിനിറ്റ് ഇത് ബീറ്റ് ചെയ്തിരിക്കണം കൈ വെച്ചിട്ട്. അത് കുറച്ച് ടഫാണ്. പക്ഷേ ബീറ്റർ ഇല്ലാത്തവർ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോഴത്തേക്കും ഈ വിസ്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെച്ചത്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വിസ്ക് വാങ്ങിക്കാൻ കിട്ടും. 10-30 രൂപ ഉണ്ടാവും, കടയിൽ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി.
അപ്പോൾ നമ്മുടെ ബീറ്റർ ഇങ്ങനെ ഓർഡറിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഈ പാത്രം ഒന്ന് കമത്തി വെക്കുമ്പോൾ തന്നെ അറിയാം. പറഞ്ഞ് നിങ്ങൾ സെറ്റ് ആവാതെ പാത്രം കമത്തി കഴിഞ്ഞാൽ തലയിലിരിക്കോട്ടോ. ഇതിപ്പോൾ കണ്ടത് നല്ല ടൈറ്റായിട്ട് ക്രീം നല്ല വിപ്പിംഗ് ക്രീം അടിപൊളിയായിട്ടിട്ടുണ്ട്. നോക്കിയാൽ കമത്തി വയ്ക്കുക എവിടെ കേട്ടോ, നമ്മളെ കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സെറ്റായിട്ടുണ്ട് ക്രീം, വിപ്പിംഗ് ക്രീം. തുറക്കാൻ പോണേ എന്താവുമെന്ന് അറിയാൻ പോലെ. ഫിംഗേഴ്സ് ക്രോസ്ഡ്. എൻ്റെ മോനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സോറി കേട്ടോ, ഫോക്കസ് ക്യാമറ ഫോക്കസ് ആണല്ലോ. എൻ്റെ ഫോക്കസ് ആയിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് സാധനം സെറ്റായിട്ട് പൊങ്ങിക്കണുണ്ട്. പുറത്തേട്ട് എടുക്കാട്ടോ. അടിപൊളി മണം. നമ്മളെ ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയിലൊക്കെ പോകുമ്പോ എന്നെ മണം. ചെറുപ്പത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് നല്ല സ്പോഞ്ച് ആയിട്ടിരിക്കുന്നുണ്ട്. തൊടുമ്പോ തന്നെ അതായത് അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല ഇറക്കില്ല അല്ലെങ്കിൽ ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കുത്തി നോക്കി അറിയാൻ പറ്റും. ആവശ്യമില്ലാതെ ബബിൾസ് പോലും വന്നിട്ടില്ല, പിണ്ടി കീറിയിട്ടില്ല. ആവശ്യമില്ലാതെ എല്ലാം നല്ല സെറ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പൊന്നെ പെർഫെക്റ്റ്. നമ്മുടെ ഓറിയോ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യുമ്പോഴാണ് അതിൽ വെള്ളം കുട്ടിയാണ് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യാം. കണ്ടാ മക്കളെ സാധനം അപ്പോൾ കേക്കൊക്കെ കഴിക്കണ വീഡിയോ നിങ്ങൾ കണ്ടല്ല, അതൊക്കെ കണ്ട് കൊതിച്ച് നിങ്ങളുടെ വായിൽ വെള്ളം വന്നിട്ടിരിക്കണേ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷോപ്പിൽ പോവുക, കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിക്കുക, നിങ്ങൾ കേക്ക് ഉണ്ടാക്കുക, കഴിച്ചു നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കിയ കേക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് സിമ്പിൾ റെസിപ്പി നിങ്ങൾ പരിചയപ്പെടുത്തുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് താഴെ ഒരു കമൻറ്റും കൂടി രേഖപ്പെടുത്തുക. ഇതേപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും കിട്ടിയാലും കണ്ടൻറ്റുമായിട്ട് നമുക്ക് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ.